മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് ഇന്ന് 140.45 അടിയിലെത്തി. 142 അടിയാണ് പരമാവധി സംഭരണശേഷി. തമിഴ്നാട് ഇന്നലെ ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, 142 അടിയിലെത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഈ നിലയിൽ തുടർന്നാൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? എന്താണ് തമിഴ്നാടിന്റെ നീക്കം? രഞ്ജിത്ത്, തീർച്ചയായും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ നീരൊഴുക്കും തുടരുന്നു. ഏകദേശം 2100 ക്യൂസെക്കോളം വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് സെക്കൻഡ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതിന് ആനുപാതികമായി വെള്ളം ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്നില്ല. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ 300 ക്യൂസെക്കോളം വെള്ളം മാത്രമാണ് ടണൽ മാർഗം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് വലിയ നീരൊഴുക്കില്ലെങ്കിൽ പോലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ മുല്ലപ്പെരിയാറിൽ ആദ്യ അപകട മുന്നറിയിപ്പ് തമിഴ്നാട് നൽകിയിരുന്നു. നിരവധി സാഹചര്യങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോടെ രണ്ടാം മുന്നറിയിപ്പും തുടർന്ന് അണക്കെട്ട് തുറക്കുന്നതിനുള്ള വിവേക ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് എത്തേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴ കുറയുകയും ഒപ്പം ജലനിരപ്പ് മഴ കുറഞ്ഞതോടെ ആ തീരുമാനം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടം പറയുന്നത് ആവശ്യമായ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ നിലവിലത്തെ അവസ്ഥയിൽ മഴ ശക്തമായില്ലെങ്കിൽ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.